ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മളങ്ങനെ മലമ്പുഴയിൽ നിന്ന് നിർത്തിയില്ലേ, നമ്മൾ രാത്രിയാകുമ്പോൾ എത്തിയെന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കട്ടെ. അപ്പോൾ ഇത് അവനീ എടുത്ത വ്ളോഗാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടം വ്ളോഗ് എടുക്കാൻ. അവളിങ്ങനെ ഓരോന്നിങ്ങനെ പറയും. അപ്പം ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ എനിക്ക് തോന്നി അമിത്തിൻ്റെ മുഖത്ത് കുറച്ച് പണിയൊക്കെ ചെയ്യാമെന്ന്. അപ്പം എനിക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൻ തീരെ ഇരിക്കില്ല കേട്ടോ. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഇരുന്നു. അപ്പോൾ അവനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവളിങ്ങനെ അതിൻ്റെ കൂടെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളോട് എന്നാൽ ബൗണ്ടറി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൾ പോയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളിങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കേട്ടോ. നമുക്ക് ഫൈനൽ ലുക്ക് കാണാം അങ്ങനെ ഒരെണ്ണമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഇടാകുമ്പോൾ ഒരു രസമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൻ്റെ കൂടെ ഇതും കൂടി അങ്ങോട്ട് ചേർക്കാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യണതിൻ്റെ കൂടെ ഇതും കൂടി ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ പിന്നെ അമിത്ത് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ അവനാണ് ചെയ്തത്. അവൻ നല്ല ഭംഗി അങ്ങനെ ചെയ്യാൻ, പക്ഷെ അവൻ തീരെ സമ്മതിക്കില്ല. ഞാനിപ്പോൾ അന്ന് അങ്ങനെ നേരെ വീട്ടിൽ പോവാണ്. വെച്ചാൽ മാമൻ്റെ മോളുടെ കല്യാണമാണ്, ഒപ്പം അനിയത്തിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പോവാണ്. അപ്പോൾ പിന്നെ അപ്പോഴാണ് എനിക്ക് ഞാൻ മാമൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു. എന്നാൽ പിന്നെ എന്തായാലും അതും കൂടി പൊട്ടിച്ചിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂട്ടുകാരിക്ക് അയച്ചെന്നാ കേട്ടോ. അവളുടെ ഷോപ്പ് കണ്ണൂരാണ്. അവൾക്ക് ഇതിൻ്റെ ഷോപ്പുണ്ട്. അവൾ വെച്ചാൽ ബ്രൈഡൽ മേക്കപ്പും പിന്നെ ഇങ്ങനെ ഇതെല്ലാം അവൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ വിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവളിങ്ങനെ ഫോട്ടോസ് അയച്ചു തന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്കിഷ്ടമായിട്ട് ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് കൊറിയർ ചെയ്ത് തരാൻ. അപ്പോൾ അവൾ ചെയ്തു തന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അവൾക്ക് അത് അയച്ചു കൊടുക്കാനും പറഞ്ഞിരുന്നു, അവൾക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഞാൻ എടുത്തതാണ്. നല്ല സാധനമാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ സ്വർണ്ണമൊന്നും മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര നന്നായിരിക്കും. കാരണം ഈ സാരിക്കൊക്കെ കൂടുതൽ ഇതൊക്കെയാണ് ഭംഗി. ഇതിൻ്റെ അനിയത്തിൻ്റെ വീഡിയോ ആണ്. അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് അവർ ചെയ്തതാണ്. അപ്പോൾ അയച്ചു തന്നു. അപ്പോൾ ഇനി അതും കൂടി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടല്ലോ സാരി അവളുടെ കല്യാണം നിർത്താണ്, കുന്നംകുളം കല്യാണം. പിന്നെ അവൾ ഡ്രൈവിങ് പഠിച്ചിട്ടുണ്ട്, കാർ ഓടിക്കും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കൂടി കൂട്ടാൻ വിചാരിച്ചു. രാത്രിയായിരുന്നു പരിപാടി കേട്ടോ. ഞങ്ങൾ ഒരു 7 മണിക്കാകുമ്പോൾ പോയി. നല്ല മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. അതുകൊണ്ട് എനിക്ക് ഇറങ്ങണത് ഒന്നും എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ മഴയായിരുന്നു. ഞാനാണെങ്കിൽ ഒരു ധാവണി കൊടുത്തു പോയത്. അതെല്ലാം കൂടി പിടിച്ച് വലിച്ച് നടക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്മ നേരത്തെ അങ്ങോട്ട് പോയി. ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ അച്ഛമ്മേനെ കൂട്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോകുന്നത്. രാജേഷ് ചേട്ടന് എന്താ പറയുക വാടക ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് മറ്റെന്താ പറയുക ബിരിയാണി നമ്മുടെ അവിടെയാണ് അവർ ഓർഡർ ചെയ്തത്. അന്ന് പൂരത്തിന് വന്നിട്ട് അവർ ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ രാജേഷ് ചേട്ടൻ ബിരിയാണി കേട്ട് ഒരു 7 മണിയാകുമ്പോൾ 7 മണി 8 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോകുന്നു. അപ്പോൾ രാജേഷേട്ടൻ ഇല്ലാട്ടെ കേക്ക് മുറിക്കുമ്പോൾ, കാരണം അവർ വരാൻ 8 മണിയാവും പറഞ്ഞപ്പോൾ നമ്മളെന്തായാലും കേക്ക് മുറിക്കാൻ വിചാരിച്ചു. പുറത്ത് നല്ല മഴ കേട്ടോ. ഇപ്പോൾ ഇത് മുകളിൽ വെച്ചിട്ടാണ് കേക്ക് മുറിയൊക്കെ നടന്നത്. കേക്ക് എനിക്കിഷ്ടമായില്ല കേട്ടോ. ഞാൻ കുറേ നേരം ഇങ്ങനെ വെച്ചോണ്ട് ആകെ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് ഒട്ടും അതിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടമായില്ല. ഭയങ്കര കളറ് കണ്ടില്ല. മറ്റേ എന്ത് കളർ, അത് പച്ച തന്നെയല്ലേ, ആ ഒരു കളറിൻ്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് കുത്തണ കളറായിരുന്നു. എനിക്കിഷ്ടമായില്ല. പിന്നെ ഞാൻ അവൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഞാനൊരു ചുരിദാറും പിന്നെ അവന് ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അവന് ഷർട്ടും പാൻറ്റും ചുരിദാറും പിന്നെ അവൾക്ക് ഒരു സ്വർണത്തിൻ്റെ കമ്മലും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ അവൻ്റെ അമ്മ ഗിഫ്റ്റ്. അതിൻ്റെ അപ്പുറത്തുള്ളത് അവൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് കുട്ടി. ഇത് അമ്മ കൊടുക്കണത് കേട്ടോ. അവൻ കണ്ടില്ലേ അമ്മ കൊടുക്കണത്. ഇത് ആരെടുത്ത് അവനി മോളെ തോന്നുന്നു എടുത്തത്. അതിൻ്റെ മുകളിൽ കമ്മലുണ്ട്, നല്ല ഭംഗിയുണ്ട്, സൂചി നൂലും കമ്മൽ. അതാ ഞാൻ പോണു കേട്ടോ. ഇതിൻ്റെ കല്യാണത്തിൻ്റെ ധാവണിയാണ് കേട്ടോ. 10 കൊല്ലം പഴക്കമുള്ള ധാവണിയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇത് തോന്നി ഇടാമെന്ന്. കാരണം ഇടാറില്ല, തീരെ ഇടാറില്ല. അതിങ്ങനെ
എന്താണ് അലമാര തുറന്നിട്ട് ഏത് ഡ്രസ്സ് ഇടണം എന്ന് നോക്കിയപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇടാമെന്ന് ഇങ്ങനെ തോന്നി. അപ്പോൾ എന്നിട്ട് എൻ്റെ അനിയത്തിൻ്റെ അമ്മായിമ്മ പറയുന്നുണ്ട് 10 കൊല്ലം പഴക്കളാണിത്, അന്ന് നീ ഇങ്ങനെ തന്നെയാണോ? അപ്പം ഞാൻ വെച്ചാൽ ഒരു മാറ്റമില്ല, എനിക്ക് ബ്ലൗസ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. അതേപോലെ തന്നെയാണ് എപ്പോഴും, ഒരു കുറവുമില്ല. പിന്നെ ആകെ മൊത്തം 5 മിഠായിയൊക്കെ തിന്നണ തിരക്കായി, ആകെ തിരക്ക്. അമിത്തൊക്കെ എന്തോരം തിന്നെന്നറിയില്ല. പിന്നെ അത് അവൾക്ക് മേടിച്ച ഗിഫ്റ്റാണ്, വളയിനിട്ടാണ് മേടിച്ചു കൊടുത്തിറക്കണത്. അത് കയറുന്നില്ല, അപ്പോൾ അവൻ തന്നെ ഇട്ട് കൊടുത്തത്, ഇട്ടിട്ട് വലിച്ച് കയറ്റിയായിരുന്നു. അതെന്താ വെച്ചാൽ 2 പേരും കൂടി വാങ്ങിയെന്ന് പറയാം. കാരണം 2 ആൾക്കും ജോലി ഉണ്ടല്ലോ, അല്ല അവന് ഓൾറെഡി ഉണ്ടാവും, അവൾക്ക് ജോലി ഉണ്ട്, അവൾ ഫാർമസിസ്റ്റാണ് അൻസാർ ഹോസ്പിറ്റലിൽ. അപ്പോൾ അവളും അവനും കൂടിയിട്ടൊരു നമ്മളുടെ ഗോൾഡിൻ്റെ കുറിയില്ലേ ആ റീഗലിൽ കൂടിയതാണ്. അപ്പോൾ 2 പേർക്ക് എന്താ വെച്ചാൽ എടുക്കായിരുന്നു. അപ്പോൾ അവനോട് എടുത്തോ പറഞ്ഞു, അപ്പോൾ അവന് വേണ്ട പറഞ്ഞപ്പോൾ അവൾക്ക് വളർത്തു കൊടുത്താണ്. അപ്പോൾ രാജേഷ് ഏട്ടൻ വന്നു, ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണി ആയിരുന്നു കേട്ടോ, രാജേഷ് ഏട്ടൻ വന്നാലാണല്ലോ ബിരിയാണി കിട്ടുള്ളൂ. അവർ ബിരിയാണിക്ക് ആയിട്ട് വന്നു. പിന്നെ ഞാൻ അനുപമയുടെ വീട്ടിലേക്ക്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് രാമേശ്വര ഫ്രണ്ട്, അവളുടെ വീട് അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ മഴ കാരണം നടന്നില്ല. ഇനി ഈ വീഡിയോ എന്ന് പറഞ്ഞത് ഇതാണ് എൻ്റെ മാമൻ്റെ മോളുടെ ഭാവി വരൻ, അതാണ് മാമൻ്റെ മോൾ കേട്ടോ. അപ്പോൾ അവരുടെ പ്രീ വെഡിങ് ഷൂട്ടിൻ്റെ ഒരു വീഡിയോ ആണ്, അപ്പോൾ ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടു, അപ്പോൾ എനിക്ക് തോന്നി അത് കാണിക്കാമെന്ന്. അവരെ മാരേജ് ഉണ്ടായിരുന്നത് മെയ് 25 ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം നേരെ ഇവളുടെ വീട്ടിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോണത്, ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഞാൻ പോവും. എൻ്റെ വീട്ടിൽ നിന്നിട്ട് നേരെ അങ്ങനെ കല്യാണത്തിന് പോവുക ചെയ്തത്. അവളുടെ ഹസ്ബൻഡിൻ്റെ വീട് പാലക്കാടാണ്. പാലക്കാട് നിന്നും പോകണം, എന്തോ വാളയാറല്ല മറ്റേ പൊള്ളാച്ചി റോഡ് അങ്ങനെ എന്തൊക്കെയാണ് വഴി. ഒരുപാട് ദൂരമുണ്ടെന്ന് മനസ്സിലായി, ഒരുപാട് ദൂരമുണ്ട്. ഞങ്ങൾ ചെക്കൻ വീട് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് കല്യാണത്തിന് ഇതാട്ടോ ഗോൾഡ്. ഞാനതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ്. അവൾക്ക് ചെറുപ്പത്തിലേ അവൾ പറയായിരുന്നു എനിക്ക് വള അധികം വേണ്ട, എനിക്ക് മാല മതി, അതും ടെമ്പിൾ ജ്വല്ലറി മതി എന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് റീഗലിൽ നിന്നാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അവൾ മേക്കപ്പ് ചെയ്യാണ്. ഞാനും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വന്ന് രാജേഷേട്ടൻ തലയിൽ മറ്റേ മഴ നനച്ചു. എന്ത് മഴയെന്നാ പറയാം, പെരും മഴ. നമ്മുടെ 4 ദിവസം നല്ല മഴ ഉണ്ടാവും പറഞ്ഞില്ലേ, ആ സമയത്തായിരുന്നു കല്യാണം. ഇത് 2 വല്യമ്മമാരിട്ടോ എൻ്റെ, അതാട്ടോ അമ്മായി പറയണിട്ട് ആ വീഡിയോ എടുക്കട്ടില്ല, ഈ എവിടെയായിരുന്നു എന്ന് ചോദിക്കാണ് അമ്മായി. അപ്പം ഞാനാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി, ആകെ നേരം വഴുകി, മഴ കനത്ത മഴയും ആകെ എന്താ പറയുക നനഞ്ഞു കുളിച്ചിട്ടാണ് കയറി വന്നത്. അപ്പോൾ ഓൾറെഡി അമ്മയും പിള്ളേരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ വല്യമ്മയുടെ ഭർത്താവ്, ഇതിൻ്റെ അനിയൻ വെള്ള ഷർട്ട്, ഇതിൻ്റെ വല്യമ്മയുടെ മോൻ ഏട്ടൻ്റെ പേര് രാജേഷ് തന്നെ കേട്ടോ. ഇത് ഞങ്ങൾ തലേദിവസം ഞാൻ സാരിയാണ് കൊടുത്തത്. പിന്നെ സാരി ഉടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് എടുത്തതാണ്. ഞാനും എൻ്റെ അയൽവാസികളും കൂടിയിട്ട് ഒപ്പം എടുത്തതാണ്. അപ്പോൾ പിന്നെ എന്തിനുടുക്കും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കല്യാണത്തിൻ്റെ തലേദിവസം എടുക്കാമെന്നൊരിത്. അപ്പോൾ ഞാനൊരു വൈറ്റ് ബ്ലൗസൊക്കെ അടുപ്പിച്ചു അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, നല്ല സുഖമുണ്ട് സാരി ഉടുക്കാൻ. അധികം വില ഒന്നുമില്ല, 290 രൂപ. അപ്പം ഇറങ്ങിയൊരു മോഡലായിരുന്നു അത്. പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു, സൂപ്പറായിരുന്നു. പുറത്ത് നല്ല മഴയും നല്ല ബിരിയാണി. അമൃത അവരൊക്കെ അവിടെ ഇരുന്നു. ഞങ്ങൾ എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് എനിക്ക് അമൃത അങ്ങനെ നോക്കിയപ്പോഴേ ചിരി വന്നു. മാമ വന്നിട്ട് പറഞ്ഞു വേഗം കഴിച്ചോ, കാരണം അധികം ആൾക്കാരില്ല, മഴ കാരണം തോന്നുന്നു ആൾക്കാർ നല്ല കുറവായിരുന്നു. പിന്നെ അമ്മയും ടീംസൊക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് കയറി. ഞാനപ്പോൾ എന്താ ചെയ്യണത്, എൻ്റെ സാരിയുടെ ഭംഗി നോക്കണോ, ഞാൻ പോണോ? അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഓഫാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കണത്. സംഭവം അപ്പോൾ വീഡിയോ ഓണായിരിക്കും, അപ്പം ഞാനത് ശ്രദ്ധിക്കാറില്ല. എന്താണത് ഒരുപാട് നേരം തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അമ്മയൊക്കെ ഡാൻസ് കളിക്കും, പിള്ളേർ ഡാൻസ് കളിക്കാൻ വേണ്ടി കയറി. അപ്പം അമ്മയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അമ്മയും വല്യമ്മമാരും ചേച്ചിയും പിള്ളേരും കണ്ടില്ലേ. അമ്മക്കത് ഭയങ്കര ഡാൻസായിരുന്നു കേട്ടോ, അവരൊക്കെ നല്ല ഡാൻസ് കളിച്ചു. പിന്നെ അവർക്ക് എന്താ വെച്ചാൽ കളിക്കാൻ പറ്റില്ല, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, തീരെ സ്ഥലമില്ല പറഞ്ഞിട്ട്. ആ കല്യാണ പെണ്ണിൻ്റെ അടുത്ത് നിൽക്കുന്നത് അവളെ ചേച്ചിയുടെ മോൻ കേട്ടോ. അവൾ ചേച്ചിക്ക് 2 ആൺകുട്ടികളാണ്. നല്ല ഡാൻസായിരുന്നു കേട്ടോ പിള്ളേർ. പിന്നെ അമ്മമാരൊക്കെ ഇറങ്ങി, അവരധികം അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ.
പിന്നെ അവരൊക്കെ ഇറങ്ങി. ഞാനൊന്നും കയറില്ല, കാരണം എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ആ സമയം കൊണ്ടാണ് ഇവർ പഠിച്ചത്. പിന്നെ പോയി പഠിക്കാനൊന്നും പറ്റിയില്ല, കാരണം നല്ല മഴയായിരുന്നു. ഞാൻ ബ്യൂട്ടി പാർലറിൽ നിന്ന് നേരത്തെ എത്തുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ മഴ കാരണം കുടുങ്ങിപ്പോയി. ഇതെൻ്റെ അമ്മമ്മയുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്താൽ കേട്ടോ, സെൽഫി 2-3 സെൽഫി എടുത്തു. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫസ്റ്റ് ഞങ്ങൾ വരുമ്പോൾ തന്നെ എന്താ കട കയറിയിട്ടാണ്. നമുക്ക് പിന്നെ എല്ലാത്തിനും ലാസ്റ്റ് ഒരു കടയിൽ കയറണമല്ലോ. ഇത് എൻ്റെ ബ്യൂട്ടി പാർലർ. ഞാൻ വീട്ടിൽ നിന്നൊന്നും ഒരുങ്ങാറില്ല, കാരണം സാരി ഉടുക്കാനൊന്നും അറിയില്ല. നമ്മൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് ബ്യൂട്ടി പാർലറിൽ പോകും. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തന്നെ കേട്ടോ. എൻ്റെ വീടെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്താണ്. ഹസ്ബൻഡിൻ്റെ ബന്ധുവാണ് കേട്ടോ ചേച്ചി, ഒരു മേമേട്ടൊക്കെ വരും. അപ്പോൾ പിന്നെ നേരെ ചേച്ചിയുടെ അടുത്തേക്ക് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ചെന്നു. ചേച്ചി സാരി ഉടുത്ത് തന്നു, മുടി കെട്ടി തന്നു, മേക്കപ്പ് ചെയ്തരും. പിന്നെ ബാക്കി ഇനിയിപ്പോൾ അവനിതേണ് കേട്ടോ. കല്യാണം ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. അയ്യോ ചെക്കന് തലയില്ലല്ലോ, ആ ഫോട്ടോ ഇട്ടപ്പോൾ അത് തലയില്ലാത്ത ഫോട്ടോയിൽ പോയി. ഞങ്ങൾ ആരും ഗുരുവായൂർ പോയില്ല കേട്ടോ. ഗുരുവായൂർക്ക് അങ്ങനെ എല്ലാവരും പോയില്ല, കുറച്ച് അടുത്ത ബന്ധുക്കൾ മാത്രമേ പോയുള്ളൂ. ഞങ്ങൾ അടുത്ത ബന്ധം തന്നെയാണ്, പക്ഷേ ഗുരുവായൂർക്ക് രാവിലെ എനിക്ക് പൂവാള മടി കൊണ്ട് ഞങ്ങൾ പോയില്ല. കാരണം എനിക്ക് രാവിലെ സാരി കൊടുക്കാൻ വേണ്ടി പോകാനായിരുന്നു. ഇവരാണെങ്കിൽ രാവിലെ നേരത്തെ പോയി. അപ്പോൾ ഇത് അമിത്തു ഇങ്ങനെ വെറുതെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്താണ്, അവനിങ്ങനെ ഓരോ കോപ്രായങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. വെറുതെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുക. അപ്പോൾ ഞാനിങ്ങനെ എന്തൊക്കെ ഇങ്ങനെ കാട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വീഡിയോ എടുത്താണ്. എൻ്റെ അമ്മ ഒന്നും പോയില്ല ഗുരുവായൂർക്ക്, കാരണം രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ കുറച്ച് ബന്ധുക്കൾ മാത്രം നേരത്തെ പോകണ്ടേ, ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പോകണ്ടേ. പിന്നെ രാത്രിയാകുമ്പോൾ തന്നെ പോയി. പിന്നെ അവൻ്റെ വീട്ടുകാർ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അറിയാമല്ലോ, അവർക്ക് രാവിലെ എത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവർ തലേ ദിവസം രാത്രി തന്നെ വന്നിട്ട് ഗുരുവായൂർ റൂം എടുത്തിട്ട് താമസിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ അവരുടെ കല്യാണത്തിന് വേറൊരു മോഡൽ ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ചെക്കന്മാരാണ് കേട്ടോ താലെടുത്ത് വന്നത്, അവരുടെ നാട്ടിലത്തെ ചെക്കന്മാർ. അതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ അതാ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു സിസ്റ്റം. നമ്മുടെ ഇവിടെയൊക്കെ പെണ്ണുങ്ങൾ താലെടുത്തിട്ട് അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വരുമ്പോൾ ചെക്കന്മാരാണ് താലെടുത്ത് വന്നത്. ഇതവർ വീഡിയോ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ട് 1 മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാനവിടെ ഇരുന്നു കേട്ടോ, ഞാൻ ആ ഫ്രണ്ടിലിരിക്കുകയായിരുന്നേ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇത് എന്തത് ചെക്കന്മാരുടെ കയ്യിൽ ഇതെന്തപ്പോൾ ഇത്. അപ്പോൾ തമിഴ്നാട് സ്റ്റൈലായിരിക്കും, അവരെ ഭാഗത്ത് ചിലപ്പോൾ അങ്ങനെ ഇരിക്കും, ചെക്കന്മാരാവും താലെടുക്കുന്നുണ്ടാവുക. പക്ഷേ സംഭവം നല്ല രസമുണ്ടായിരുന്നു, നല്ല കളറായിരുന്നു കേട്ടോ. എല്ലാവരും അത് നോക്കിയിട്ട് ചിരിക്കുകയായിരുന്നു, ഇത് എന്തപ്പോൾ ഇത് ഇങ്ങനെ. കാരണം അങ്ങോട്ട് പെണ്ണുങ്ങളാണ് പോയത്, ഇങ്ങോട്ട് വരുമ്പോൾ ചെക്കന്മാരുടെ കയ്യിലാണ് ഇത് ഈ താലൊക്കെ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ കല്യാണം അടിപൊളിയായിരുന്നു. അവളെ സാരി എല്ലാതും അവൾ പറഞ്ഞിട്ട് മേടിച്ചതാണ്, കുത്താമ്പുള്ളി എന്നാണ് മേടിച്ചത്. ഒരു പേസ്റ്റൽ കളർ വേണം പറഞ്ഞിട്ട്, അവൾക്ക് മറ്റു കളറൊന്നും ഇഷ്ടമല്ല. പിന്നെ ഒരു തമിഴ്നാട്ടിൻ സ്റ്റൈൽ വണക്കമൊക്കെ അങ്ങനെയായിട്ട് അതൊക്കെ സൂപ്പറായിരുന്നു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ 2 മണിയാകുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, ഒരു 4-ാം കല്യാണം 2:45 ആകുമ്പോൾ പോയി 4-ാം കല്യാണം പുറപ്പെട്ടു. എന്നുവെച്ചാൽ അവിടെ റിസപ്ഷൻ 5 മണിക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞു. നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 5 മണി 5:15 പോകുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു. സദ്യയായിരുന്നു, 2 തരം പായസം, പാലട പരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ വേഗം റെഡിയായി, വേഗം വീട്ടിലേക്ക് പോയി. സാരിയൊക്കെ മാറി ചുരിദാർ എടുത്തിട്ടു, വണ്ടിയിൽ കയറി. ഇത് ഭയങ്കര ഡാൻസാട്ടോ വണ്ടിയിൽ. ഇതിൻ്റെ അമ്മ, അതിൻ്റെ അപ്പുറത്തിൻ്റെ എഴുത്തിയമ്മേട്ടൻ്റെ ഭാര്യ, അതിൻ്റെ അപ്പുറത്തിൻ്റെ അനിയത്തി, അതിൻ്റെ അപ്പുറത്ത് കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം ഡാൻസ് കളിച്ചു, പിന്നെ എനിക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ അവിടെ പോയിരുന്നു. അങ്ങനെ നമ്മളെത്തി. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ദൂരം. ഇതാണ് ചെക്കൻ്റെ ഓഡിറ്റോറിയം, നല്ല വലിയ ഓഡിറ്റോറിയം ആയിരുന്നു. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പൈനാപ്പിളും പിന്നെ മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ 2 പൈനാപ്പിൾ 1 മുന്തിരിയൊക്കെ കുടിച്ചു, കാരണം അത്രയും ദൂരം ഇരുന്നിട്ടാണ് വരുന്നത്, ദാഹിച്ചിട്ടേ. പിന്നെ നേരത്തെ ചോറുണ്ടേ, 12 മണിക്ക് ആകുമ്പോഴേക്കും ചോറും തിന്നു. പിന്നെ സദ്യ ആയതുകൊണ്ട് എനിക്ക് അധികം ഇറങ്ങിയില്ല, ഞാൻ ഒരു പരിപ്പ് പായസം മാത്രമേ കുടിച്ചു. പിന്നെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ബൊഫേ ആയിരുന്നു, ചായ. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് പോയിട്ട് മറ്റെന്താ ഉഴുന്നുവട അത് ഇതെല്ലാം കഴിച്ചു. ഇതെൻ്റെ അനിയത്തിയും ഭർത്താവും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവൾ അങ്ങനെ നിന്നതാണ്. ഉഴുന്നുവടയും ഞാൻ 2 ഉഴുന്നുവട കഴിച്ചു. പിന്നെന്താ കായ ബജി, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ദോശ, മസാല ദോശ, ഉത്തപ്പം. പിന്നെന്താ വെച്ചാൽ നമുക്ക് അവിടുത്തെ ചിക്കൻ കറി ഒന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ. ചിക്കൻ ചില്ലിയും പത്തിരിയും കഴിച്ചു ഞാൻ. ചിക്കൻ കറിയും പൊറോട്ട ഒന്നും രസമില്ല. പൊറോട്ട മറ്റേ മാവ് കുഴച്ച പോലെ ഉണ്ടായിരുന്നു. നമ്മൾ പെണ്ണും ചെക്കനും വന്നു. പെണ്ണും ചെക്കനെയും കൂടെ നിന്നിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവർ വരാൻ നല്ല ലേറ്റായി. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും സമയം 7 മണി. അപ്പോൾ പിന്നെ ഒന്നിനും നിൽക്കാൻ പറ്റില്ല, വേഗം വണ്ടി കയറിയിട്ട് പോന്നു. അതാണ് ഉണ്ടായത്. അപ്പോൾ അവരെ കൂടെ നിന്നിട്ട് പിന്നെ ഈ റിസപ്ഷനിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല.
കാരണം അപ്പോഴേക്കും പിന്നെ ഇപ്പം തന്നെ 6 മണി പിന്നെ ഞങ്ങൾ നേരെ താഴത്തേക്ക് പോയി ഫുഡ് കഴിച്ചു. ഫുഡ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടം, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അവിടുത്തെ ഫുഡൊന്നും അങ്ങനെ പറ്റില്ല. അവരുടെ ഒരു വെപ്പ് ഈ കറിയിലൊക്കെ എന്തൊക്കെയോ കൂട്ടിയിറക്കുക, ചിക്കൻ കറിയിലൊക്കെ. ഞാൻ കുറേ ചിക്കൻ ചില്ലിയും പിന്നെ ഞാൻ പറഞ്ഞില്ല ഉഴുന്ന് വടയും പിന്നെ കുറേ ജ്യൂസ്, 3 പൈനാപ്പിൾ ജ്യൂസും ഞാനൊരു ഗ്ലാസ് മുന്തിരിയും കുടിച്ചു. ജ്യൂസൊക്കെ അടിപൊളിയായിരുന്നു, ബാക്കി എണ്ണക്കടിയൊക്കെ അടിപൊളിയായിരുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ചെറിയ കുറച്ച് ഫുട്ടേജുകളുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളത്. അവരിങ്ങോട്ട് വരുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നോക്കട്ടെ, ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റിച്ച് അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബായ്.